ഗുഡ് മോർണിംഗ്. നമ്മൾ ഫസ്റ്റത്തെ മൊഡ്യൂളാണ്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ചെറിയ റിവിഷൻ നടത്തണം. ഓക്കെ, ഇപ്പോൾ ഫോറസ്റ്റ് റിസോഴ്സസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ പഠിച്ച കാര്യം തന്നെ ഒന്നുകൂടി എക്സാമിന് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഫോറസ്റ്റ് റിസോഴ്സസ്, അതിൽ യൂസസ് ഓഫ് ഫോറസ്റ്റ് എന്തൊക്കെയാണ് ഫോറസ്റ്റിൻ്റെ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് ഫോറസ്റ്റ്. അപ്പോൾ നോക്കിക്കോളൂ. ഇറ്റ് പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അനിമൽസ്. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് ഫുഡ്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് വുഡ് അല്ലേ, എന്തിനൊക്കെ? ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഫ്യൂവൽ ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ, അതായത് നമ്മൾ എന്ത് ചെയ്യും, കത്തിക്കാൻ അല്ലേ, വിറക്. ദെൻ പ്രൊവൈഡ്സ് വുഡ്, ആദ്യത്തെ പ്രൊവൈഡ്സ് ഫുഡ്. ദെൻ പ്രൊവൈഡ്സ് പ്രൊഡക്ട്സ് ലൈക്ക് ഗംസ്, റെസിൻസ്, ഡൈസ്, ഫൈബേഴ്സ്. ചില കളറുകൾ, പശ, അതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നു. ദെൻ പ്രൊവൈഡ്സ് പ്ലാന്റ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻസ് അല്ലേ, ചില മരുന്നുകൾ. ദെൻ ടിമ്പർ, അതായത് തടി ഈസ് യൂസ്ഡ് ഇൻ ബിൽഡിങ്സ് ഫോർ മേക്കിംഗ് ഫർണിച്ചർ. ഓക്കെ, ദെൻ അതിനൊക്കെ ഉപയോഗിക്കുന്നു ടിമ്പർ. യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽസ് ഫോർ മാനുഫാക്ചർ ഓഫ് പൾപ്പ് ഫോർ പേപ്പർ, പ്ലൈവുഡ്. അതിനൊക്കെ പേപ്പർ നിർമ്മാണത്തിനും പ്ലൈവുഡിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ കൺട്രോൾ ഓഫ് ഫ്ലഡ് അല്ലേ, ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ അത് വരുന്നു. ദെൻ കൺട്രോൾ ഓഫ് സോയിൽ എറോഷൻ, മണ്ണൊലിപ്പ് തടയുന്നു. ദെൻ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ നിലനിർത്താൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ദെൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ, എന്ത് ചെയ്യും? പൊല്യൂഷൻ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ റെഡ്യൂസ് ദ പൊല്യൂഷൻ. ദെൻ കൺട്രോൾ ഓഫ് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഫുഡ് ആൻഡ് ഷെൽട്ടർ അല്ലേ, ഫുഡ്, ഫ്രൂട്ട്സ്, ലീവ്സ് ഒക്കെ ആനിമൽസിനൊക്കെ ഉള്ളതും മെൻസിനുള്ള അല്ലേ, ഹ്യൂമൻ ബീയിങ്സിനുള്ളതൊക്കെ എന്ത് കിട്ടും? കാർഡിന് ഫോറസ്റ്റ് എന്ന് കിട്ടുന്നു. ദെൻ ട്രൈബൽ ഏരിയനെ സഹായിക്കുന്നു. പിന്നെ ഷെൽട്ടർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോളൂ. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഫോറസ്റ്റ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫുഡ്, ഇറ്റ് പ്രൊവൈഡ്സ് വുഡ്, ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊഡക്ട്സ് ലൈക്ക് ഗംസ്, റെസിൻസ്, ഡൈസ്, ഫൈബേഴ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് പ്ലാന്റ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻ. ദെൻ ഇറ്റ് ഗീവ്സ് ടിമ്പർ. Then used as raw materials for manufacture of pulp for paper. Then control of flood, control of soil erosion, fertility, increase the fertility of soil. Then it control the pollution, it control the climate. It gives food and shelter. Okay, then over exploitation, അതായത് കടന്നുകയറ്റം അല്ലെങ്കിൽ അമിതമായ ചൂഷണം. ഓക്കെ, ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഓവർ പോപ്പുലേഷൻ്റെ കൂടുതലുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ, മൈനിങ് നടത്തുന്നത്, ഓവർ ഗ്രേസിംഗ് ബൈ അനിമൽസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് അതർ പ്രൊജക്ട്സ്. ഇതൊക്കെ എന്താണ്? ഫോറസ്റ്റ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഇത് അമിതമായി ചൂഷണം ചെയ്യാൻ കാരണമാകുന്നു. ദെൻ ഇറ്റ് ലീഡ്സ് ടു ദ ലോസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ, ജീവജാലങ്ങൾ നശിക്കാൻ കാരണമാകുന്നു. ദെൻ ഡിക്രീസ് ഇൻ റെയിൻഫാൾ അല്ലെ, മഴയുടെ ലഭ്യത കുറയും. ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ, റിഡക്ഷൻ ഇൻ ഓക്സിജൻ, ഇൻക്രീസ് ഇൻ കാർബൺ ഡയോക്സൈഡ്, സോയിൽ ഇറോഷൻ. ഇതെന്താണ്? ഫോറസ്റ്റിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളാണ്. ഓക്കെ, ദെൻ യൂസസ് ചോദിച്ചാൽ മുകളിൽ പറഞ്ഞത് ഇത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ദെൻ ഡീഫോറസ്റ്റേഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലേ. ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഫോറസ്റ്റ്. Deforestation is the removal of forest. It will lead to ecological imbalance. പ്രകൃതിയുടെ ബാലൻസ് നഷ്ടപ്പെടുത്തുന്നു. It will result in the damage of habitat, biodiversity loss and aridity. അതായത് ഹാബിറ്ററ്റ്, അതായത് ജീവജാലങ്ങളുടെ ചുറ്റുപാടിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. ബയോഡൈവേഴ്സിറ്റിയൊക്കെ നശിപ്പിക്കുന്നു. ദെൻ ഡീഫോറസ്റ്റഡ് റീജിയൻസ് കോസസ് സിഗ്നിഫിക്കൻറ്റ് സോയിൽ ഇറോഷൻ. എന്തിനു കാരണമാകുന്നു? സോയിൽ ഇറോഷന് കാരണമാകുന്നു. യൂസസ് ഓഫ് ഫോറസ്റ്റ് നമ്മൾ പഠിച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി അതെന്താവും? ഡീഫോറസ്റ്റേഷൻ്റെ എന്ത് ചെയ്യും? എഫക്ട്സുകളിലായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, യൂസസ് ഓഫ് ഫോറസ്റ്റിലെ എന്താണ്? പ്രൊവൈഡ്സ് വുഡ്, അല്ലെങ്കിൽ ഇറ്റ് കൺട്രോൾസ് പൊല്യൂഷൻ. അതൊക്കെ എന്ത് ചെയ്യും? നശിക്കും. ഏതിൻ്റെ ഫലമായി? ഡീഫോറസ്റ്റേഷന് ഫലമായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എഫക്ട്സ് ഓഫ് മൈനിങ് അല്ലേ. മൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, മിനറൽസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഭൂമിയുടെ അടിയിലോട്ട് കുഴിച്ചു പോകും അല്ലേ, മൈനിങ് ഖനനം നടത്തുക അല്ലേ. അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് എന്താണ്? ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ്, അതായത് ലാൻഡ് നശിക്കുകയാണ്. ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ്, അതായത് ടോപ്പ് സോയിൽ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അവിടെ ഇനി എന്ത് ചെയ്യില്ല? ഫർദർ പ്ലാന്റേഷൻ നടക്കില്ല.
The poor soil surface may lead to high surface temperature and wind erosion. ഓക്കെ, സർഫസ് ടെമ്പറേച്ചർ കൂടുകയും വിൻഡ് ഇറോഷന് കാരണമാവുകയും അല്ലേ. അതായത് കാറ്റിൻ്റെ ഫലമായിട്ട് ഈ ഇറോഷൻ നടക്കുന്നു. ഏതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഓഫ് മൈനിങ്. ഓക്കെ, ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ്. ഓക്കെ, പോയിൻ്റ് ആക്കിയിട്ട് അങ്ങനെ എഴുതിയാൽ മതി, ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ്. Then pollution of water resources due to the release of harmful elements like cadmium, cobalt, lead. അതായത് ഇത്തരം പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യും, വാട്ടറിലോട്ട് കടക്കുകയാണ്. അങ്ങനെ വാട്ടർ പൊല്യൂഷന് കാരണമാകും. അതായത് ഇത് മൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് പുറത്തെത്തി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, ആ പ്രദേശത്ത് വ്യാപിക്കുകയും അത് പിന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വാട്ടറിലെത്തുകയും അല്ലെങ്കിൽ റിവറിൽ അങ്ങനെ ഓരോ സ്ഥലത്തെത്തുകയും വാട്ടർ പൊല്യൂഷന് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ സാൾട്ട് ലോഡിങ് മേ ആൾട്ടർ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. അതായത് സാൾട്ട് ലോഡിങ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ഓഫ് സാൾട്ട് ആൻഡ് മിനറൽസ് ഇൻ ദ റിവറിൽ എത്തപ്പെടുന്ന സാൾട്ട് എന്തിന് കാരണമാകുന്നു, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ തെറ്റാൻ കാരണമാകുന്നു. ഓക്കെ, ദെൻ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ മേ ഗെറ്റ് എഫക്റ്റഡ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് ട്രേസ് എലമെൻറ്റ്സ് ആൻഡ് മിനറൽസ്. എന്തിനാ വെജിറ്റേഷനെ ദോഷകരമായി ബാധിക്കുന്നു. ഓക്കെ, ദെൻ എയർ പൊല്യൂഷൻ ഡ്യൂ ടു എമിഷൻ ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്. എയർ പൊല്യൂഷൻ മൈനിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡസ്റ്റ് മറ്റെന്തിനു കാരണമാകുന്നു, എയർ പൊല്യൂഷൻ കാരണം. പിന്നെ അടുത്താണ് ഡീഫോറസ്റ്റേഷൻ അല്ലേ, എന്തിനു കാരണമാകുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ ലോസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. അതായത് സസ്യജാലങ്ങളും ജീവജാലങ്ങളും എല്ലാ ജീവികളെയും ദോഷകരമായി ബാധിക്കുന്നു. ദ ഇമ്പാക്റ്റ് ഓൺ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആൻഡ് റിലീജിയസ് പ്ലേസസ്. ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സിനെ റിലീജിയസ് പ്ലേസസിനെയൊക്കെ എന്ത് ചെയ്യും, ഇമ്പാക്റ്റ് ദോഷകരമായി ബാധിക്കുന്നു അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈ എയർ പൊല്യൂഷൻ്റെയൊക്കെ ഫലമായിട്ട് അമ്ലമഴ, ഓക്കെ, ആസിഡ് റെയിനൊക്കെ എന്തിനു കാരണമാവുന്നു അല്ലേ. അങ്ങനെ എന്താ മോണുമെൻറ്റ്സിനൊക്കെ കേടുവരുന്നു. ഓക്കെ, അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഓഫ് മൈനിങ്. ഇനി അതിൻ്റെ സോഷ്യൽ ഇമ്പാക്ട്സ് ആണ്. റീഹാബിലിറ്റേഷൻ ഓഫ് എഫക്റ്റഡ് പോപ്പുലേഷൻ ഇൻക്ലൂഡിങ് ട്രൈബൽ. അതായത് ട്രൈബലിൻ്റെ ആ പ്രദേശം വിട്ടു പോകേണ്ട അവസ്ഥ വരുന്നു. റീഹാബിലിറ്റേഷൻ ഓഫ് എഫക്റ്റഡ് പോപ്പുലേഷൻ. ഓക്കെ, ദെൻ പ്രോബ്ലംസ് ഇൻ വാട്ടർ സപ്ലൈ, സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം. അതിലൊക്കെ ഇതിന് കാരണമാണ് പ്രോബ്ലംസ് ഇൻ വാട്ടർ സപ്ലൈ അല്ലേ, പ്യുവർ വാട്ടർ കിട്ടാതെ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം. ഓക്കെ, അതൊക്കെ പ്രശ്നമാണ്. ദെൻ ഇമ്പാക്ട്സ് ഇൻ ഹ്യൂമൻ ഹെൽത്ത്. ഹ്യൂമൻ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. കോൾ ഡസ്റ്റ് മേ എഫക്ട്സ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡസ്റ്റ് പൊടിയും ഇതൊക്കെ തുടർച്ചയായി ശ്വസിക്കുന്നത് എന്ത് ചെയ്യും, നമ്മൾ ശ്വാസങ്ങളൊക്കെ ദോഷമായിട്ട് ബാധിക്കുന്നു. ദെൻ സിലിക്കോസിസ്, അതൊരു ഡിസീസാണ്. എന്താണ്, സിലിക്ക എന്നുള്ള മിനറലിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് സിലിക്കോസിസ്. ആസ്പെറ്റോസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിസീസ് ആസ്പെറ്റോസിസ്. ദെൻ എക്സസ് ക്രോമിയം ഈസ് റിലേറ്റഡ് ടു ഡിസീസ് ലൈക്ക് ഡയബറ്റിക് ബ്രോഞ്ചൈറ്റിസ്. എന്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്, ക്രോമിയത്തിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ എന്തിൻ്റെ എഫക്ട്സ് ആണ്, മൈനിങ്ങിൻ്റെ എഫക്ട്സ് ആണ്. ഒന്നുകൂടി നോക്കാം. ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ്, പൊല്യൂഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, സാൾട്ട് ലോഡിംഗ്, ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ മേ ഗെറ്റ് എഫക്റ്റഡ്, എയർ പൊല്യൂഷൻ ഡ്യൂ ടു എമിഷൻ ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്, deforestation including loss of flora and fauna, impact on historical monuments and religious places. Then social impact ഉണ്ട്, rehabilitation of affected population, problems in water supply, solid waste disposal system. അതിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇമ്പാക്ട്സ് ഇൻ ഹ്യൂമൻ ഹെൽത്ത്. ഓക്കെ, കോൾ ഡസ്റ്റ് എന്നതിന് കാരണം റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. സിലിക്കൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് സിലിക്കോസിസ്. ആസ്ബെറ്റോസ്, ഇതൊക്കെ ഒരു മിനറലിൽ എന്തിനു കാരണം വന്നു, അല്ലെങ്കിൽ മൈനിങ്ങിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഈ വേസ്റ്റുകളൊക്കെ ഈ രോഗങ്ങൾക്കൊക്കെ കാരണമാവുകയാണ്. ഓക്കെ, ദെൻ ഡയബറ്റീസ് ബ്രോഞ്ചൈറ്റീസിനൊക്കെ കാരണമാകുന്നു. ദെൻ ഡാംസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ഫോറസ്റ്റ്. ഡാം നിർമ്മാണം ഫോറസ്റ്റിനെ എങ്ങനെ ബാധിക്കുന്നു. ഓക്കെ, എ ഡാം ഈസ് എ വാൾ കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ടു ബ്ലോക്ക് വാട്ടർ ആൻഡ് ടു റൈസ് വാട്ടർ ലെവൽ. നമുക്കറിയാം, വെള്ളം തടഞ്ഞു നിർത്താനുള്ള ഒരു സംവിധാനമാണ് എന്ത്, ഡാം. എ ഡാം ക്യാൻ ഡിസ്ട്രോയ് മില്യൺസ് ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ്. മില്യൺ ഹെക്ടേഴ്സ് അത്രത്തോളം ഫോറസ്റ്റ് എന്ത് ചെയ്യുന്നു, ഡാം ഡിസ്ട്രോയ് ചെയ്യുന്നു. ഓക്കെ, ഡാം കണ്ടിട്ടുണ്ടോ, അപ്പോൾ തന്നെ അറിയാം ഒരു കാട് അല്ലേ, ആ പ്രദേശം ഫുള്ള് നശിക്കുക അല്ലേ, വെള്ളത്തിനടിയിലേക്ക് മാറണം വെള്ളത്തിൻ്റെ നിരപ്പ് ഉയരുന്നതിനനുസരിച്ച്. എ ഡാം ക്യാൻ കോസ് ഡീഫോറസ്റ്റേഷൻ ബിക്കോസ് ദ ഫാമേഴ്സ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഡാം വിൽ ക്ലിയർ മോർ ഫോറസ്റ്റ് ഏരിയ ടു ഗ്രോ ദെയർ ക്രോപ്സ്.
ഇത് എന്തിനു കാരണമാകും? ഡീഫോറസ്റ്റേഷൻ, അതായത് ഡാം വരുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? കുറേ മരങ്ങൾ നശിക്കും അല്ലേ? ഇനി ഡാം വന്നു കഴിഞ്ഞാലോ കൃഷിഭൂമി തേടിയിട്ട് എന്ത് ചെയ്യും? ജനങ്ങൾ വീണ്ടും കാടിക്കിനെ അല്ലേ പോവും. അപ്പോൾ വീണ്ടും ഡീഫോറസ്റ്റേഷന് കാരണമാണ്. ഇറ്റ് ക്യാൻ കോസ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇറ്റ് വിൽ എഫക്ട്സ് ലൈവ്സ് ഓഫ് ലോക്കൽ പീപ്പിൾ ബോത്ത് ഇൻ ഡാം സൈറ്റ് ആൻഡ് എൻറ്റയർ റിവർ ബേസിൻ. ഡാമിൻ്റെ അടുത്ത് ജീവിക്കുന്നവർ ബാധിക്കുന്നു. പിന്നെന്താണ്, ഈ വെള്ളം തടഞ്ഞു നിർത്തി പിന്നെ അവിടുന്ന് ബാക്കി അല്ലേ ആ റിവറിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർ എന്ത് ചെയ്യും? ഇത് ബാധിക്കുന്നു. ദ ബെസ്റ്റ് അഗ്രികൾച്ചറൽ സോയിൽ മേ ഗെറ്റ് ഫ്ലഡഡ് ബൈ ദ റിസർവോയർ. ഫ്ലഡഡ് ബൈ ദ ഇതെന്ന വെള്ളത്തിനടിയിലാവുന്നു. ഫ്ലോറ ആൻഡ് ഫോണ ബിഗിൻസ് ടു ഡിസപ്പിയർ. ഓക്കെ, കുറേ എഫക്ട്സ് എന്തുതന്നെയാണ്? കോമൺ തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗത്ത് പഠിക്കുന്ന മറ്റോടത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഡാംസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ഫോറസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് മിനറൽ റിസോഴ്സസ്. ഇപ്പോൾ നിങ്ങളോട് കുറച്ച് മിനറൽ റിസോഴ്സസ് എഴുതാൻ പറയുന്നു. അയൺ ഓർ, ദെൻ മാംഗനീസ്. എന്താണ്? മാംഗനീസ്. ദെൻ മൈക്ക, ദെൻ ബോക്സൈറ്റ്, കോപ്പർ, ഗോൾഡ്. Okay, iron ore, manganese, mica, bauxite, copper, gold. Okay, that are the mineral resources. Then next one, role of individual in conservation of natural resources. നാച്ചുറൽ റിസോഴ്സസിനെ സംരക്ഷിക്കേണ്ടതിൽ നമുക്ക് ഓരോരുത്തർക്കുമുള്ള റോൾസ് എന്താ നോക്കാം. അവയർനെസ് ഓഫ് ദ പീപ്പിൾ ടു പ്രൊമോട്ട് eco-friendly development should be enhanced. എക്കോ-ഫ്രണ്ട്ലി ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഇത് പ്രകൃതിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുക. നീഡ് ആൻഡ് കൺസർവേഷൻ ഷുഡ് ഓവർ പവർ ഗ്രീഡ് ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് ലക്ഷറി. എന്ത് ചെയ്യുക? നീഡ് ആൻഡ് കൺസർവേഷൻ ഷുഡ് ഓവർ പവർ ഗ്രീഡ് ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് ലക്ഷറി. അതായത് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക, അല്ലാതെ ഓവർ ആക്കരുതെന്ന്. ഓക്കെ, നീഡ് ആൻഡ് കൺസർവേഷൻ ഷുഡ് ഓവർ പവർ ഗ്രീഡ് ആൻഡ് അഫോർഡബിലിറ്റി ഓഫ് ലക്ഷറി. ഓക്കെ, വേസ്റ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്, റീയൂസ്ഡ് ഓർ റീസൈക്കിൾഡ്. വേസ്റ്റുകൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റീയൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനും പറ്റിയില്ലെങ്കിൽ എന്താ? റീസൈക്കിൾ ചെയ്യുക. ഓക്കെ, then process design should incorporate minimum consumption and maximum efficiency techniques. Okay, process design should incorporate minimum consumption. ഇത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന അളവ് കുറച്ചിട്ട് എന്ത് ചെയ്യുക? മാക്സിമം എഫിഷ്യൻസി ആയിട്ടുള്ള ടെക്നിക്സ് നമ്മൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. then encouraging the use of renewable resources in place of non-renewable resources. ഏത് എൻകറേജ് ചെയ്യിക്കുക? റിന്യൂവബിൾ റിസോഴ്സസ് എൻകറേജ് ചെയ്യിക്കുകയും നോൺ റിന്യൂവബിൾ എന്ത് ചെയ്യുക? ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക. പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജീസ് ഇൻ ടേംസ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് ടെക്നിക്സ്. വ്യക്തമായ പ്ലാനിങ്ങിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസും എന്ത് ചെയ്യുക? പുതിയ പ്രൊഡക്ഷനും ടെക്നിക്സിനും വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് എ റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന പ്രവർത്തനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. യൂസസ് ഓഫ് ഫോറസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന പോയിൻറ്റ്സ് അങ്ങനെ എഴുതിയാൽ മതി. ദെൻ ഡീഫോറസ്റ്റേഷൻ, ദെൻ നെക്സ്റ്റ് വൺ എഫക്ട്സ് ഓഫ് മൈനിങ്, പിന്നെ സോഷ്യൽ ഇമ്പാക്ട്സ്, ഹ്യൂമൻ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു, ഡാം ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ഫോറസ്റ്റ്, ദെൻ ഇമ്പോർട്ടൻറ്റ് മിനറൽ റിസോഴ്സസ്, ദെൻ റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക എക്സാമിന് വേണ്ടി. ഓക്കെ.